ഞാനൊരു ഔറംഗസേബ് ഫാനാണ്. ഈ ഒരു ഗോൾക്കൊന്തയിലെത്തിയപ്പോൾ അത് കുറച്ചും കൂടി എന്താണെന്ന് വെച്ചാൽ ഒന്നിലൊരു വിട്ടുവീഴ്ചയില്ലാണ്ട് ആഗ്രഹിച്ചത് എല്ലാ യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചയിലൂടെയാണ്, ആ രീതിയിൽ അല്ലെങ്കിൽ തന്ത്രത്തിലൂടെ അങ്ങനെ കീഴടക്കിയ ഒരു മനുഷ്യനാണ്. നിങ്ങളെവിടെയാ? വയനാട്. നമ്മൾ പുതിയ അതിൻ്റെയൊക്കെ മേൽക്കൂര ഏതാണ്ട് തകർന്ന തരിപ്പണായുണ്ട്. ഇത്രയും മുകളിലുള്ള രാജാവിനെ കീഴടക്കുക എന്ന് വെച്ചാൽ സ്വന്തം സൈന്യത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകും. അത് അവിടെയാണ് മസിൽ കൊണ്ട് നേടാൻ പറ്റാത്തത് ബുദ്ധി കൊണ്ട് നേടിയ. ഒരു 700 വർഷം മുന്നേക്കുള്ള ഗോൾക്കൊന്ത ഫോർട്ട്, അതായത് പട്ടാളക്കാരും അതുപോലെ രാജകുടുംബമൊക്കെ താമസിച്ച സ്ഥലത്തിൻ്റെ ചരിത്രശേഷിപ്പുകളാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് പിസ്ത ഹൗസിൽ നിന്ന് ഹലീം അടിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. നോക്കുമ്പോൾ ഹലീമില്ല. ഫസ്റ്റ് കൊണ്ടുവന്ന ഉള്ളിയാണിത്. അതായത് നമ്മളെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഡബിൾ സൈസ് ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള കച്ചവടക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്ത പ്രശ്നമാണ്. അല്ലാണ്ട് നമ്മളെ നാട്ടിലേക്ക് റേറ്റ് കുറഞ്ഞ ഉള്ളി കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ ഇതാണ് നമ്മളെ റാപ്പിഡോ ക്യാപ്റ്റൻ മുഹമ്മദ് മുഹസിൻ. എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റാപ്പിഡോ ആണ്, ബൈക്ക് അതുപോലെ ഓട്ടോ. റാപ്പിഡോയിൽ നമുക്ക് ബുക്ക് ചെയ്താൽ നമുക്ക് വേണ്ടപ്പെട്ടതായിട്ട് അത് അവരെ ഫിക്സഡ് ഓല, ഊബർ അതുപോലത്തെ സർവീസാണ്. മുട്ടിയില്ല. സ്പൈസ് റൂട്ട്. അപ്പോൾ അവരൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. തപ്പിയാലൊന്നും കാണാത്ത ചാനലാ. അതും ചോദിച്ച് നടന്നിട്ട് എന്താ കാര്യം? തപ്പിയാലൊന്നും കാണാത്ത ചാനലാണ് അവർ പേര് ചോദിച്ചത്. ഇതുപോലെ വേണം ടൗണുകളിലെ എല്ലാ ഭാഗങ്ങളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറ്റമൊന്നും പറയൂല. മെഹബൂബ് റൈഡ് പാലസ്, ഇതൊക്കെ മണ്ഡപങ്ങളാണ് കേട്ടോ. മണ്ഡപ്. അപ്പം നമ്മളെ റാപ്പിഡോ ക്യാപ്റ്റന് പൊളിയാണ് കേട്ടോ. सुबह में ऑटो चलाता है, रात में पढ़ाई करता है. अच्छा आदमी है. कौन सा डिग्री का है ना? कौन सा कोर्स? कोर्स कौन सा है? सी है क्या? അക്കൗണ്ടന്റ്. അക്കൗണ്ടിങ്ങിന് പഠിക്കുന്ന ആളാണ് കേട്ടോ. മൂപ്പര് പകല് വണ്ടി ഓടിച്ച് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് പഠിക്കുക, അതാണ് പരിപാടി. അതൊന്നും നമ്മളെ ടൈമിൽ അതൊന്നും നടന്നില്ല. വലിയ വലിയ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. റാപ്പിഡോ ഓടിച്ചിട്ടൊക്കെ ജീവിക്കാം. നമ്മളെ ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ അതൊന്നും നടക്കില്ല. ഇതൊക്കെ കണ്ടാൽ പിന്നെ ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റിയാണ്. എവിടെയൊക്കെ ഇതുപോലത്തെ കടകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റം പറയൂലേ. ഇതോ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒന്നും പ്രോപ്പറല്ല. നമ്മളെ സുൽത്താൻ ബത്തേരി ടൗണൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമായിരിക്കും. രാവിലെ ഒരു മഴ പെയ്തേക്കുക, അതിൻ്റെയാന്ന് തോന്നുന്നത്. വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുകയാണ് റോട്ടിലൂടെ. ഡ്രെയിനേജും പ്രോപ്പറല്ല. നമ്മൾ കുറ്റം പറയുന്നതാണ് കുറേ ആളുകൾ പറയുന്നത്, അതായത് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറ്റം ഉണ്ടെങ്കിൽ നമ്മൾ കുറ്റം പറയും, അതുപോലെ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും. ഇവിടെയുള്ള ഹൈദരാബാദ് ടൗണൊക്കെ എന്താ പറയുക, വളരെ പുരാതനമായിട്ടുള്ള ടൗണാണ്. അതുപോലെ ट्रैफिक बहुत है भाई, क्या करेगा? कितना टाइम डिले लगेगा? 10 मिनट में 15 मिनट लगेगा. हाँ, ये कितना बजे को खुलेगा? पूरा बंद देख रहा है. 1 बजे तक पूरा खुल जाता है. हाँ, कितना बजे तक है? अब शूटिंग मोड में है वो. हाँ, अभी थोड़ी देर पहले भी शूट मोड में था वो. क्यों? उसमें शूट हो गया. मैं भी हाँ एडिट कर देना वो. ठीक है. आपका ना नहीं आएगा, ठीक है? शूट करके आप करेंगे. आपका चेहरा अच्छा है. मैं इंसान अच्छा हूँ.
दोनों दोनों अभी दोनों अच्छा നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഹൈദരാബാദ് അവോയ്ഡ് ചെയ്തിട്ട് ചന്ദ്രബാബു നായിഡു കംപ്ലീറ്റ്ലി ആന്ധ്രാപ്രദേശ് ഏരിയ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ അതിൽ ഹൈദരാബാദ് ഏരിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടായി. അങ്ങനെയാണ് ഇത് 2 സ്റ്റേറ്റായിട്ട് മാറിയത്. ആന്ധ്ര അതുപോലെ തെലുങ്കാന ഇങ്ങനെ 2 സ്റ്റേറ്റായി മാറിയത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വെറും പിന്നെ വളരെ പഴയ പുരാതനമായ നിർമ്മിതിയാണ്. അതുപോലെ എന്താ പറയുക, വിശാഖപട്ടണം ഏരിയയിലൊക്കെ പോയി കണ്ട ടൗണ് കംപ്ലീറ്റ്ലി എന്താ ഡെവലപ്ഡ് ആണ്. അവിടെയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളാണെങ്കിലും അതുപോലെ റോഡാണെങ്കിലും എല്ലാം നമുക്ക് ഈ 2 സ്ഥലം വിസിറ്റ് ചെയ്ത് നമുക്കറിയാം ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വ്യത്യാസങ്ങൾ. അതിപ്പം എന്താന്ന് വെച്ചാൽ തെലുങ്കാന ഒരു സ്റ്റേറ്റായി മാറിയപ്പോൾ ഇവർക്ക് കൂടുതൽ ഫണ്ട് കിട്ടാൻ തുടങ്ങി, ഇവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഗോൽക്കൊണ്ട പോർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അന്തർ സിറ്റി ആയിരിക്കും. കുറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. മസ്ജിദെ നൂറാനി, അതിൻ്റെ ഉള്ളിൽ ഒരു പള്ളിയാണ്. ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ ഈ പഴയ ബിൽഡിംഗ് എല്ലാം തട്ടി പുതിയ ബിൽഡിംഗ് ആക്കിയാണ് അതിൻ്റെ ഉള്ളിൽ. എന്നാലും നല്ല അടിപൊളിയായിരിക്കും. വേസ്റ്റ് വെള്ളം ഒഴുകുന്നതാണ് കേട്ടോ കാണുന്നത്. എന്താ പറയുക, ഹൈദരാബാദ് പറ്റ അബദ്ധമാണിപ്പോൾ. ഇനി ഒരുപാട് ഡെവലപ്പ് ആകാനിരിക്കുന്നു. ഇത് കുടിവെള്ളമാണോ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളമാണോ അറിയില്ല. വേസ്റ്റ് വെള്ളം തന്നെ. ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ ഇപ്പം നടക്കുന്നു. ഹൈദരാബാദ് പറ്റ അബദ്ധമാണ് ഗൈസ്. ഗോൾക്കൊണ്ട എത്തിയിട്ടോ. ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. कैसे भाई? कितना चेंज नहीं है भाई? फोन में था। फोन में नहीं है? ओ ऑनलाइन फोन में नहीं है? चेंज भी नहीं है। देखो छुट्टी अब छुट्टी है क्या? नो चेंज सॉरी। 300 दो 300 भी नहीं है। किधर है? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൊൽക്കത്ത ഫോർട്ടിൻ്റെ എൻട്രി ഭാഗം. ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കിടക്കാൻ. ഇവിടെ നമുക്ക് ക്യാമറയൊക്കെ അലൗഡാണ്, പക്ഷേ ട്രൈപോഡ് കാര്യങ്ങളൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ല. ട്രൈപോഡ് നമ്മളെ കൊണ്ട് അവിടെ പിന്നെ പുറത്ത് പ്രൈവറ്റ് ക്ലോക്ക് റൂം, അതായത് സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള സൗകര്യം അവിടെ വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ.
അപ്പോൾ നമ്മൾ പിന്നെ എൻട്രി പാസ് എടുത്ത്, അതായത് ഒരാൾക്ക് 25 രൂപ, അതുപോലെ ക്യാമറക്ക് 25 രൂപ, അങ്ങനെ 75 രൂപയാണ് ഇവിടെ പാസ്. ഇതാണ് കോട്ടവാതിൽ കേട്ടോ, ഇരുമ്പ് കൊണ്ടുള്ള കോട്ടവാതിലാണ്. ഉള്ളില് മരമാണ്, പിന്നെ പുറത്ത് ഇരുമ്പ് കൊണ്ടുള്ള ഒരു ചട്ടയാണ് കാണുന്നത്. ഇത് എന്താ പറയാ, തകർന്ന കോട്ടയാണ് കേട്ടോ. ഇത് അപ്പോൾ റോയൽ ഫാമിലിയിലുള്ളവർക്ക് കുളിക്കാനുള്ള എന്തൊക്കെയോ സെറ്റപ്പാണ്. ചൂടുവെള്ളം അതുപോലെ തണുത്ത വെള്ളമൊക്കെ വരുന്ന ചെറിയ സെറ്റപ്പാണ് അവിടെ. ഇതൊക്കെ പഴയ പോലെ നിർമ്മിക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നല്ല. ഈ ഒരു ഭാഗം മാത്രമേ നല്ല രീതിയിൽ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ തകർന്ന് തരിപ്പണായതാണ്. अलहमदुल्ला छोटा डॉट है। अगर हम हलीम खाना कर ले तो काम मिलता जी अब। अच्छा कितना कितना रहा था? अच्छा रहा था जी। ठीक जाएगा. ഇത് കോട്ടക്കുള്ളിലെ പീരങ്കി തീർക്കുന്ന സെറ്റപ്പാണ് കേട്ടോ. ഇതിവിടെ സ്ഥാപിച്ചതായിരിക്കും പിന്നീട്, അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പീരങ്കി ഇവിടെ ഉണ്ടായ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ശേഷിപ്പുകൾ ഇവിടെ സ്ഥാപിച്ചതായിരിക്കും മിക്കവാറും. ഇത് കയറുന്നാണ് പണിയാണ് കേട്ടോ നമ്മള്. നമ്മള് ഇവിടെ നിന്ന് കോട്ടാൻ്റെ പോലെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാം, അതുപോലെ ഹൈദരാബാദ് സിറ്റിയും കാണാം. നമുക്ക് ഇവിടുന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ കുറേ ഭാഗങ്ങളും, അതുപോലെ വളർന്നു വരുന്ന ഹൈദരാബാദ് സിറ്റിയും ഇവിടുന്ന് ഏകദേശം കാണാം. വെള്ള പെയിൻ്റ് അടിച്ച് വെള്ള പെയിൻറ്റിങ്ങിൽ കാണുന്നതൊക്കെ ഹൈദരാബാദ് സിറ്റിയുടെ ഭാഗങ്ങളാണ്.
ഇത് പുരാതന ഗോൾക്കൊന്ത 1300 വർഷം കാലഘട്ടത്തിൽ, അതായത് ഒരു 700 വർഷം മുന്നേക്കുള്ള ഗോൾക്കൊന്ത ഫോർട്ട്. അതായത് പട്ടാളക്കാരും അതുപോലെ രാജകുടുംബമൊക്കെ താമസിച്ച സ്ഥലത്തിൻ്റെ ചരിത്രശേഷിപ്പുകളാണ് ഇവിടെ. അല്ല, കയറുകയാണെങ്കിൽ കുറേ ഉണ്ട്, കയറിപ്പോവാൻ ആവും തോന്നുന്നില്ല. അയ്യോ, ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വേണം ദർബാർ ഹാൾ കാണാൻ. പോയി കണ്ടുകളയാ, ഇടം വരെ വന്നതല്ലേ. ഇത് ആക്രമിച്ച് കീഴടക്കുക എന്ന് വെച്ചാൽ അത് ആരെക്കൊണ്ടും പറ്റാത്ത കാര്യമാണ്. അമ്മാതിരി ഫോട്ടാണ്. ഒരാക്രമണം സൈന്യത്തെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ ആക്രമിക്കുക എന്ന് വെച്ചാൽ വെടികൊണ്ട് ചാത്തേ ഉള്ളൂ. അപ്പോൾ ഔറംഗസേബ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് കീഴടക്കാൻ വേണ്ടി ഉപരോധം ഏർപ്പെടുത്തിയല്ലോ. ഈ കോട്ടക്കുള്ളിലേക്ക് ഏതാണ്ട് 6 മാസം 8 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ അവർ കോട്ടയിൽ അകത്തുള്ളവർ കീഴടങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ ഒരാക്രമണം, സൈനിക അറ്റാക്കിലൂടെ ഈ ഒരു കോട്ട പിടിച്ചെടുക്കാന്ന് വെച്ചാൽ അത് അന്നത്തെ കാലത്ത് നടക്കാത്ത കാര്യമാണ്. അതാണ് പറയുന്നത്, ശക്തി ജയിക്കാത്തടുത്ത് തന്ത്രം പ്രയോഗിക്കണമെന്ന്. തന്ത്രവും പ്രയോഗിച്ചിട്ട് വിജയിക്കുന്നില്ലേ, കുതന്ത്രം. അല്ലാ, അതാണ് കുതന്ത്രത്തിലൂടെ ഔറംഗസേബ് കീഴടക്കിയ ഗോൾക്കൊന്ത ഫോർട്ട്. കാരണം എത്രയോ ഹൈറ്റിലേക്ക് കയറി വന്ന് ഇവിടുന്ന് ഒരാക്രമണം കാഴ്ചവെച്ച് കീഴടക്കാന്ന് വെച്ചാൽ, കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയും പട്ടാളക്കാരും സന്നാഹങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെല്ലാം കീഴടക്കുക എന്ന് വെച്ചാൽ റിസ്ക്കാണ്. അതുകൊണ്ട് ഔറംഗസേബ് ബുദ്ധിപ്രകാരം ഉപരോധം ഏർപ്പെടുത്തി. സാധനങ്ങളൊന്നും അകത്തേക്ക് കയറാത്ത രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തി. ഏതാണ്ട് 6-8 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തിയെന്നാണ്. നമ്മൾ നടന്നു കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ തളർന്നുണ്ട്. അങ്ങനെയാണ് ഒരാക്രമണത്തിലൂടെ കയറുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? റിസ്ക്കാണ് അളിയാ. അത്രയും താഴ്ചന്ന് ആക്രമിച്ച് കയറി വരിക എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. എന്തൊക്കെ കെണികളാണ് ഇവിടെ ഒരുക്കി വെച്ചതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് ഔറംഗസേബ് തൻ്റെ സൈന്യത്തെ കുരുതിക്ക് കൊടുക്കാണ്ട് ഉപരോധത്തിലൂടെ കോട്ട കീഴടക്കി. വല്ലാത്ത മനുഷ്യൻ തന്നെ. നമുക്ക് നയാ ഹൈദരാബാദ് കാണാം. കാണുന്നതാണ് നയാ ഹൈദരാബാദിൻ്റെ ഭാഗങ്ങൾ. അതൊക്കെയാന്ന് തോന്നുട്ടോ, നിയമസഭയുടെ ഭാഗങ്ങളാന്ന് തോന്നുന്നു കാണുന്നത്. ഇപ്പോഴത്തെ രാജാവ് ഭരിക്കുന്നത് അവിടെയും പണ്ടത്തെ രാജാവ് ഭരിച്ചത് ഇവിടെയും. ഓരോരുത്തർ ബാഹുബലിത്തെ ഡയലോഗും പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. ഇതൊക്കെ നോക്കിയേ, എന്താ ചെയ്യാ. എൻ്റെ മുകളിൽ ദർബാർ ഹാള് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടെന്ന് പറയുന്നത്. അത് പോയി കാണാൻ നമുക്ക്. എൻ്റെ മുകളിലുണ്ട് കേട്ടോ അമ്പലവും
അതുപോലെ മസ്ജിദിൻ്റെ ഒരു സ്ട്രക്ചറും. ഓ, ഇത്രയും മുകളിലെത്തിയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ വേറെ എന്തൊക്കെയോ സെറ്റപ്പുകളുള്ളത്. അവിടെ കുടിവെള്ളം ഉണ്ട് കേട്ടോ. അത് വലിയൊരു ഉപകാരമാണ്. കുടിവെള്ളമാണോ അല്ലെങ്കിൽ കുടിവെള്ളം തന്നെ. ഏറ്റവും ടോപ്പിലുള്ള ഗോൾക്കുന്ത ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കാഴ്ചയാണ്. ഇത്രയും കയറി വന്ന് നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. വലിയ ആശ്വാസം. ഇത്രയും കയറി വന്ന് ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കില്ല. ഫോർട്ടിൻ്റെ ഗോൾക്കുന്ത ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ്. അവിടെ കുടിവെള്ളം ഉണ്ട്. അത് ഭാഗ്യം, അല്ലെങ്കിൽ ദാഹിച്ച് മരിക്കും മനുഷ്യൻ. അതാണ് തോന്നുന്നത് ദർബാർ ഹാൾ എന്ന് പറയുന്നത്. അതാണെന്ന് തോന്നുന്നു. നമുക്ക് മുകളിൽ കയറി നോക്കാം. पहले थोड़ा पानी पिएगा, बाद में देखेगा. ഇവിടെ വെറും വെള്ളം വെച്ചാൽ മാത്രം മതി കച്ചവടം നടക്കാൻ. ഭയ്യോ പാനി ദോ. കൂലോ കൂലോ ജൽദി കൂലോ. മൂപ്പര് നമുക്ക് വേർത്ത് വലിച്ച്. ഞായച്ചു തളർന്നു കേട്ടോ. कैसे कैसे हाँ हैदराबाद से ठीक है. ഒരുപാട് ആളുകൾ അവിടുന്ന് എൻട്രി എടുക്കുന്നതിൻ്റെ ഇല്ലല്ലോ. എൻട്രി പാസ് എടുക്കുന്നതിൻ്റെ ഒരു 10% ആൾക്കാരെ ഇങ്ങ് മുകളിലെത്തുന്നുള്ളൂ. ബാക്കിയല്ല പകുതിയൊക്കെ നിന്ന് മടങ്ങിപ്പോകും. അമ്മാതിരി കയറ്റം കയറണം. പ്രായമായവർക്കൊന്നും എന്തെന്നെ എന്നാലും റിസ്ക്കാണ്. എന്നാലും കുറേ ആളുകൾ കയറുന്നുണ്ട് കേട്ടോ. ഒരു പെണ്ണുങ്ങളെ കണ്ടെങ്കിൽ താഴേക്ക് എടുത്തു കൊണ്ടുപോകുന്നതാണ്. അമ്മാതിരി അവസ്ഥയാണ്. ഇതാണെന്ന് തോന്നുന്നു ദർബാർ ഹാള്. ഈ ഒരു സ്റ്റെപ്പും കൂടി കയറിയാൽ കഴിഞ്ഞ് ഇനി വേറൊന്നുമില്ല. അതും കൂടി കയറി നോക്കാം. ഇനിയും സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഇനിയും മുകളിലേക്ക് ഒരുപാടുണ്ട് കയറാൻ. അയ്യോ, ഇതൊക്കെ പണ്ട് കാലത്ത് പണിതവരെ അവസ്ഥ. ഓ ഇത് ഒരു സൈഡ് ഗോൾക്കുന്ത ഫോർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. മറ്റേ സൈഡ് അവിടെ നിന്ന് കാണാം. അതുപോലെ 4 സൈഡും ഈ ഒരു ഭാഗത്തു നിന്ന് കാണാം കേട്ടോ. ഏറ്റവും ടോപ്പിലെത്തിയാലേ നമുക്ക് 4 സൈഡിൽ നിന്നും ഈ ഒരു ഹൈദരാബാദിൻ്റെ കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്നാൽ ഫോർട്ടിൽ ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ അറിയാം. അതുപോലെ സിറ്റിയുടെ ഭാഗങ്ങളും കാണാം.
ഏറ്റവും ടോപ്പിൽ ഈ ഒരു ഭാഗത്ത് നിന്നാൽ നമുക്ക് ഈ ഒരു ഫോർട്ടിൽ ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിലേ നമുക്ക് അറിയാൻ പറ്റൂ. വേണ്ട നയാ ഹൈദരാബാദ് സിറ്റി ഓർ പുരാന മുൻപ് ഇതിൽ എന്തൊക്കെയോ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഔറംഗസേബിൻ്റെ കാലത്തൊക്കെ ഇതിൽ ടെക്സ്റ്റൈൽസിൻ്റെ എന്തൊക്കെയോ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നയാ ഹൈദരാബാദ് സിറ്റി, അതായത് വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാണാം. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഒരു 10% ആൾക്കാരെ ഇവിടെ എത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോകും. പ്രായമുള്ളവരെല്ലാം വളരെ കുറവാണ് ഇങ്ങ് മുകളിലെത്തുന്നത്. एक बार आप चेक करिए, उसमें कुछ भी इशू मिलता है ना कि कुछ भी परफॉर्मेंस मैट्रिक्स की ज़्यादा लोड बढ़ रहा है, किसी में बैक पे ज़्यादा सॉफ्टवेयर. ഈ കൊൽക്കത്ത ഫോർട്ട് പണ്ട് എന്താ പറയുക, വെറും കളിമണ്ണ് കൊണ്ടുള്ളൊരു ചെറിയൊരു സ്ട്രക്ചറായിരുന്നു. അത് പിന്നീട് ഓരോ രാജവംശവും ഇങ്ങനെ പണിത് ഈ ഒരു കോലത്തിലാക്കിയത്. അതിൽ ഒരുപാട് ഭാഗങ്ങൾ എന്താ പറയുക തകർന്ന് തരിപ്പണായിപ്പോയി. കുറച്ച് ഭാഗങ്ങൾ മാത്രമുണ്ട് നിലനിൽക്കുന്നത്. ഏറ്റവും അവസാനം ഔറംഗസേബ് കീഴടക്കിയതിന് ശേഷം പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ നൈസാം ഭരണകൂടമാണ് ഇത് കൈയടക്കി പോകുന്നത്. നൈസാം ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു. ഇപ്പം എല്ലാം തകർന്ന് തരിപ്പണായി ഈ ഒരു അവസ്ഥയിലുണ്ട്. വാവ്. നമുക്ക് മെല്ലെ ഇവിടുന്ന് തെറിക്കാം, പോകാം. അതായിരുന്നു ഏറ്റവും നല്ലത്. അതൊന്നുമില്ല, എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഇനി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബാറ്ററി ഫുള്ള് ലോ ആയി തീർന്നു പോകും. വെറും വെള്ളമാണ്, വെള്ളത്തിൽ മാത്രമാണ് ഇപ്പോൾ പിടിച്ചു വെക്കുന്നത്. പ്രായമുള്ള ആ ചേച്ചിയല്ല എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കയറിയെന്ന് പഠിച്ചോ എനിക്കറിയാം. ഇവിടെ വന്നതിൽ ഏറ്റവും പ്രായമുള്ള ഒരു ചേച്ചിയാണ് ഈ ഒരു ചേച്ചിയാണ്. ഇവിടുന്ന് ഇറങ്ങിയാലും കയറാനും ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തായിരിക്കും മിക്കവാറും രാജാവ് കഴിഞ്ഞിരുന്നത്. അതായത് രാജാവ് ഇവിടെ നിന്ന് ഇങ്ങനെ വരും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് മുകളിൽ കായെന്ന് കയറി വരാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ ഇവിടെ നിന്ന് സംസാരിക്കും. ഈ ഒരു സിസ്റ്റമായിരിക്കും ഇവിടെ നടന്നിരുന്നത്. ഇവിടെ നിന്ന് രാജാവിനെ കണ്ട് സംസാരിക്കും, പോവും. ഈ ഒരു സിസ്റ്റമായിരിക്കും മിക്കവാറും. അയ്യോ, ഇവിടേക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ അന്നത്തെ കാലത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തായിരുന്നു ഇവിടെ നടന്നത്, എങ്ങനെയായിരുന്നു ഇവിടെ ഭരണം കാര്യങ്ങളും. ഏറ്റവും ടോപ്പിലുള്ള സ്ട്രക്ചറാണ് കേട്ടോ ഇത്.
ആർക്കൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഒന്ന് ഹിസ്റ്ററിയൊന്നും മിക്കവാറും എഴുതപ്പെട്ടതായിട്ടുണ്ടാവില്ല. അപ്പം കൊൽക്കത്ത ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ്. അത് അമ്പലം പണിത് വെച്ച് എൻ്റെ മുകളിൽ ഉദാഹരണ. അതുപോലെ ഇവിടെ താഴെ നമുക്ക് നോക്കിയാൽ കാണുന്നൊരു പള്ളിയുടെ ഭാഗങ്ങളാണ്, അതായത് 2 മിനാരം. അതൊന്ന് നോക്കിയിട്ട് താഴേക്കിറങ്ങാം. ओ उधर खाली 2 मीनार और कुछ नहीं है उधर. ഈ ഒരു മിനാർ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല പോവാം. ഈ ഒരു 2 മിനാരോ ഈ ഒരു സ്ട്രക്ചറും മാത്രമേ കാണുന്നുള്ളൂ. പണ്ട് ആയുധങ്ങളും ഇതൊക്കെ സൂക്ഷിച്ച സ്ഥലവും അതുപോലെ പട്ടാളക്കാരുണ്ടായിരുന്ന സ്ഥലവും ഇതൊക്കെ ആയിരിക്കും ഇവിടെ. അതായത് രാജകുടുംബവും അതുപോലെ എന്താ പറയുക, പട്ടാളക്കാരും അവരുടെ ഫാമിലിയും പിന്നെ അവരെ കുതിര അങ്ങനത്തെ സംവിധാനങ്ങളായിരിക്കും മിക്കവാറും. അവിടത്തേക്ക് കയറട്ടോ, പക്ഷെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ കയറുന്നില്ല, നമുക്ക് നല്ല പോവാം. ഞാൻ ആലോചിക്കുന്നത് ഔറംഗസേബിൻ്റെ ബുദ്ധിയാണ് കേട്ടോ. ഒരു യുദ്ധം നടത്തി ഈ ഒരു കോട്ട കീഴടക്കുന്നുണ്ടെങ്കിൽ പട്ടാളക്കാർ മിക്കവാറും ഒരുപാട് ആളുകൾ മരിച്ചു പോകും. അത് മുന്നിൽ കണ്ട ഔറംഗസേബ് ഈ ഒരു കോട്ട ഉപരോധിക്കുകയാണ് ചെയ്തത്. സാധനങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിടാതെ 7-8 മാസം ഉപരോധം ഏർപ്പെടുത്തിയല്ലോ. ആ ഉപരോധത്തിലൂടെയാണ് ഇവിടെയുള്ളവർ പിന്നെ കീഴടങ്ങി ഇത് ഔറംഗസേബിൻ്റെ അണ്ടറിലേക്ക് വരുന്നത്. അങ്ങനെയാണ്. ഇത്രയും മുകളിലുള്ള രാജാവിനെ കീഴടക്കുക എന്ന് വെച്ചാൽ സ്വന്തം സൈന്യത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകും. അതുപോലെ ഇതിനുള്ളിലുള്ള എന്തൊക്കെ കെണികൾ സ്ഥാപിച്ചിട്ടുണ്ട് അതൊന്നും ഐഡിയ ഉണ്ടാവില്ല. അവിടെയാണ് മസിൽ കൊണ്ട് നേടാൻ പറ്റാത്തത് ബുദ്ധി കൊണ്ട് നേടിയത്. ബുദ്ധി കൊണ്ട് നേടാൻ പറ്റാത്തത് തന്ത്രം കൊണ്ട്, തന്ത്രം കൊണ്ട് പറ്റാത്തത് കുതന്ത്രം കൊണ്ട്. ഈ ഒരു രീതിയിലാണ് ഔറംഗസേബ് ഒരുപാട് ഭാഗങ്ങൾ കീഴടക്കിയത്. ഞാൻ ശരിക്കൊരു ഔറംഗസേബ് ഫാനാണ്. വേറൊന്നിലല്ല, ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കാതെ പോരാടി നേടിയ ഒരു മനുഷ്യൻ. എല്ലാവരോടും യുദ്ധം ചെയ്ത് സ്വന്തം
അച്ഛനോട് യുദ്ധം ചെയ്തില്ലല്ലോ, സ്വന്തം കൂടപ്പിറപ്പുകളോട് യുദ്ധം ചെയ്ത് മുഗൾ ഷാജഹാന് ശേഷം ഭരണം പിടിച്ചെടുത്ത്. അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ശിവജിയായിട്ട് യുദ്ധം ചെയ്ത്, ഇവിടെ ഈ ഗോൽക്കൊണ്ട ഭാഗങ്ങളിൽ, അതുപോലെ ബീജാപ്പൂർ ഭാഗങ്ങൾ, ഇതൊക്കെ യുദ്ധം ചെയ്ത് കീഴടക്കിയ മനുഷ്യനാണ്. എന്താ പറയുക, ഒന്നിനൊരു വിട്ടുവീഴ്ച ചെയ്യാണ്ട് എല്ലാം തന്ത്രത്തിലൂടെയും അതുപോലെ സൈനിക ശക്തി കണ്ടെടുത്ത് സൈനിക ശക്തിയിലൊക്കെ വിജയിച്ചൊരു മനുഷ്യൻ. അതാണ് ഞാൻ ഔറംഗസേബിൽ കാണുന്നത്. ശരിക്കും ഞാൻ റോൾ മോഡലായി കാണുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് ഒന്നും കീഴടക്കാനല്ല, രാജ്യങ്ങളൊന്നും കീഴടക്കാനല്ല, നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമ്മളൊരു ഔറംഗസേബായി മാറണം. ഞാനൊരു ഔറംഗസേബ് ഫാനാണ്. ഈ ഒരു ഗോൽക്കൊന്തയിലെത്തിയപ്പോൾ അത് കുറച്ചും കൂടി എന്താണെന്ന് വെച്ചാൽ ഒന്നിലൊരു വിട്ടുവീഴ്ച ഇല്ലാന്നുണ്ട്. ആഗ്രഹിച്ചത് എല്ലാ യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചയിലൂടെയാണ്, ആ രീതിയിൽ, അല്ലെങ്കിൽ തന്ത്രത്തിലൂടെ അങ്ങനെ കീഴടക്കിയ ഒരു മനുഷ്യനാണ്. ഒന്നിനും ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ ആഗ്രഹിച്ചതെല്ലാം നേടിയ ഒരു മനുഷ്യൻ. നമ്മളിന് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ഒരു ഔറംഗസേബാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോരാടണം. നമ്മൾ പോരാടിയാൽ വിജയം നമ്മളെ വഴിയിൽ വരും. അതിന് എന്തിലാണെങ്കിലും, നമ്മളെ കച്ചവടത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും, നമ്മളിനി ഒരു സ്പോർട്സ്മാൻ ആണെങ്കിലും, എന്ത് മേഖലയിലാണെങ്കിലും നമ്മളൊരു ഔറംഗസേബാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഔറംഗസേബ് പോരാടിയത് എൻ്റെ അറിവിൽ ശിവജിയുമായിട്ട് പോരാടിയുണ്ട്, അതിൽ വിജയം നേടിയുണ്ട്. ബീജാപ്പൂർ ഏരിയയിൽ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുപോലെ സ്വന്തം കൂടപ്പിറപ്പ് മുഗൾ രാജവംശത്തിൽ ഈ ഒരു രീതിയിലാണ് അധികാരം കീഴടക്കി വന്നത്. ഷാജഹാൻ ചക്രവർത്തി മരണപ്പെട്ടതിന് ശേഷം അധികാരം മക്കളിലേക്ക് കൈമാറണം. ഈ ഒരു ടൈമിൽ സ്വന്തം കൂടപ്പിറപ്പുകളോട് പോരാടി വിജയം നേടി. അതുപോലെ ആഗ്രയിലായിരുന്നു ആദ്യം മുഗൾ ഭരണത്തിൻ്റെ ആസ്ഥാനം. പിന്നീട് അത് ഔറംഗസേബ് സ്വന്തമായിട്ട് ഈ ഔറംഗാബാദിലേക്ക് ക്യാപിറ്റൽ മാറ്റി. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങൾ, ബീജാപ്പൂർ ഏരിയ, ഗോൽക്കൊണ്ട, ഹൈദരാബാദ് ഏരിയ, ഇതൊക്കെ കീഴടക്കിയ ഒരു മനുഷ്യനാണ്. നിങ്ങളെവിടെയാ? മലപ്പുറം. അത് ശരി. നിങ്ങളെവിടെയാ? വയനാട്. ആ പിന്നെ നമ്മൾ പുതിയ ചാനലാണ്, നമ്മൾ വീഡിയോ വന്നതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത്. നിങ്ങളപ്പോൾ വന്നേ? ഒരു മണിക്കൂറായി. അല്ല, ഹൈദരാബാദിൽ നിന്നിട്ട് എത്രയായി? ഞാനിപ്പോൾ ഹൈദരാബാദ് പുതിയത്തിയുള്ളൂ. ഞാനിവിടെ കർണാടകയിലാണ്, ഗുൽബർഗ സൈഡിൽ. ബിസിനസ്സാണ്. എന്തിനാ? കോഫി ഷോപ്പൊക്കെ ആയിട്ട്. സാദിഖ് പേര് സലീം. ശരി, ഓക്കെ നടക്കട്ടെ. നിങ്ങളാ പിന്നെ ഇത് ചാനലിൻ്റെ പേരെന്താ? എൻ്റെ ബ്ലോഗ് സ്പൈസ് റൂട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഔറംഗസേബിൻ്റെ കഥയാണ്. ഇത് കോട്ടക്കുള്ളിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്നൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ തകർന്നു പോകാണ്ട് നിലനിന്ന് പോരുന്നൊരു ബിൽഡിങ്ങാണ്. എൻ്റെ ഉള്ളിൽ ഫുള്ള് വവ്വാലാണ്, നരിച്ചീറുകൾ പാറുന്നു.
നല്ല സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ കാഷ്ടത്തിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലാണ്. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ തകർന്നു പോകാത്ത രീതിയിലുള്ളത്. ഒരുപാട് ഭാഗങ്ങൾ ഒരു 10% ഭാഗങ്ങളുണ്ടാവും തകർന്നു പോകാതെ ഉള്ളത്. 90% തകർന്നു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മേൽക്കൂര ഏതാണ്ട് തകർന്ന് തരിപ്പണായുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം മേൽക്കൂര ഉണ്ട്. ഇതൊക്കെ മേൽക്കൂരുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഒക്കെ തകർന്നു പോയതാണ്. ഗോൽക്കൊണ്ട ഫോർട്ട്. നമ്മൾ വൈറലായ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് താജ്മഹലിൽ നിന്ന് ഇതുപോലൊരു ഓപ്പണിംഗ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പുറം ഭാഗം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് വരുന്നത് അതെല്ലാ ഒരു ഫോട്ടോ നിന്ന് കിട്ടുന്നുണ്ടോ. അത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇരുട്ടായിട്ടുള്ളൊരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അല്ലാതെ കൺസ്ട്രക്ഷനിലുള്ള പ്രത്യേകത അങ്ങനെയൊന്നുമല്ല. ഔറംഗസേബ് ഉപരോധം ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ടൈമിൽ പട്ടാളക്കാരുണ്ടാവും, ഫാമിലി ഉണ്ടാവും, അതുപോലെ എന്താ പറയുക ഒരുപാട് മൃഗങ്ങളുണ്ടാവും. അതിനൊക്കെ 6 മാസം 8 മാസം തീറ്റിപ്പൂറ്റാന്ന് വെച്ചാൽ തരണം ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ അകത്ത് മൃഗങ്ങളും അതുപോലെ ഒരുപാട് മനുഷ്യരും എല്ലാം ഉണ്ടാവും. അതൊക്കെ ഒരുപാട് കാലം നിന്നാൽ പട്ടിണി കിടന്ന് ചാവും. ഈ ഒരു രീതിയിലാണ് അതായത് ഈ ഒരു കോട്ട ഔറംഗസേബിന് കീഴടക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലൂടെയാണെങ്കിൽ ഇത് കീഴടക്കാൻ പറ്റില്ലായിരുന്നു. ഇതാണ് കേട്ടോ കോട്ടവാതിൽ. ഇരുമ്പ് കൊണ്ടുള്ള പാളിയാണ് അതിൻ്റെ പുറം ഭാഗത്ത്. അതുപോലെ ഉള്ളിൽ മരമാണ്, കവർ തേക്കായിരിക്കും. അടുത്ത നമ്മള് ഹലീം അടിക്കാൻ പോവാണ് കേട്ടോ. ഗോൾക്കൊണ്ട ഫുള്ള് ടയേർഡായി. നമ്മൾ നേരെ പിസ്ത ഹൗസ് പോയിട്ട് ഹലീം അടിക്കണം. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഹൈദരാബാദ് ഇതിൽ വന്നാൽ നമ്മൾ ഹലീം അടിക്കാണ്ട് പോകുന്നത് മോശമാണ്. ഹൈദരാബാദി ബിരിയാണി വലിയ നമ്മളത് 1-2 പ്രാവശ്യം കഴിച്ചാൽ പക്ഷേ ടേസ്റ്റ് തോന്നിയില്ല. അതായത് നമ്മൾ ഹലീം ട്രൈ ചെയ്ത് നോക്കാം പിസ്ത ഹൗസ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് പിസ്ത ഹൗസിൽ നിന്ന് ഹലീം അടിക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നോക്കുമ്പോൾ ഹലീമില്ല, ഉള്ളത് ബിരിയാണിയാണ്, ഹൈദരാബാദി ബിരിയാണി. അതടിച്ചു നോക്കാം. ഫസ്റ്റ് കൊണ്ടുവന്ന ഉള്ളിയാണിത്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഡബിൾ സൈസ് ഉണ്ട്, ഇത് കട്ട് ചെയ്ത് സൈസ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഉള്ളിയും എന്താ കിട്ടാനുണ്ട്. നമ്മളെ നാട്ടിലുള്ള കച്ചവടക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാത്ത പ്രശ്നമാണ്. അല്ലാണ്ട് നമ്മളെ നാട്ടിലേക്ക് റേറ്റ് കുറഞ്ഞ ഉള്ളി കൊണ്ടുവന്ന് വിൽക്കും. ഇത് നോക്കിയേ, ഏതാ സൈസ് നോക്കിയ ഉള്ളിയുടെ. അതുപോലെ ഇത് തിന്നുമ്പോൾ ടേസ്റ്റും മാറ്റമുണ്ട്. നാട്ടിൽ കിട്ടുന്ന പോലത്തെ
ഉള്ളിയുടെ ടേസ്റ്റ് ഉള്ള ഇത് ഡിഫറെൻ്റാണ്. ഇനി നമ്മളെ ബിരിയാണി വരും. ബിരിയാണി വന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അപ്പം നമ്മളെ ബിരിയാണി വരുന്നുണ്ട് കേട്ടോ. അവന്മാർ 8 പേരുണ്ടോ നമ്മളെ ഫ്ലൈറ്റിൽ? ആ അതാണ് और ग्रीन चटनी पानी डाला ये बिरयानी डालो डालो डाल ये सब एक साथ അപ്പോൾ ഇതാണ് ഹൈദരാബാദി ബിരിയാണി. നമുക്ക് കഴിച്ചു നോക്കാം. അതിൽ തന്നെ കിട്ടിയത് വലിയ പട്ടയാണ്. പട്ട കാസിയാണ്, നമ്മളെ സിന്നമൻ ഒറിജിനൽ സിന്നമൻ അല്ല, കാസിയാണ്. ബിരിയാണി ഇല്ലേ പോരാട്ടോ, നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഒന്നുമില്ല. എന്തൊക്കെയോ ഒരു മസാല, എന്താ പറയാ, നമ്മുടെ നാട്ടിലത്തെ മസാലയും കാര്യങ്ങളൊന്നും അല്ല ഇതിൽ യൂസ് ചെയ്തത്. എൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് വലിയ പോരാ. അങ്ങനെ ഇവരെ കബാബ് നോക്കിയാവും. സ്മോക്കിയാണ്, അതായത് പുകയുടെ ചെറിയൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് കൊള്ളാം. കബാബ് വലിയ കുഴപ്പമില്ല. ബിരിയാണി പോരാ. ബിരിയാണി കഴിച്ചോ? बढ़िया हाँ कबाब बढ़िया. മുപ്പരി ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലേ പോരാ. പക്ഷെ ഉള്ളി പൊളിയാണ്. എന്താ പറയുക, നമ്മളെ നാട്ടിലുള്ള വെറും എരിവായിരിക്കും ഉള്ളിക്ക്. ഇത് ഒരു മധുരമുണ്ട്. ഉള്ളി തിന്നുമ്പോൾ നല്ല മധുരം കിട്ടുന്നുണ്ട്. ആ സാധാരണ ബിരിയാണി എന്ന് കഴിച്ചാൽ വയറ് അറിയരുത്, പക്ഷേ ഇത് കുറച്ച് ഹെവിയാണ്. പെട്ടെന്ന് വയറെന്താ നിറഞ്ഞ പോലെ ആവും. മന്തിയൊക്കെ നമ്മൾ എത്ര കഴിച്ചാലും വയററിയൂല, പക്ഷെ ഇത് വയറെന്താ പറയുക, വയററിയും നമ്മൾ കഴിച്ചാൽ. കുറച്ച് കഴിക്കുമ്പോഴുണ്ടാവും.
എനിക്ക് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാ ഇത് കണ്ട, ഇതെന്താണെന്നറിയോ? നമ്മളെ പുളിയാണ്. അതായത് പുളി അല്ല, വീഡിയോ പക്കെടുത്തോ, നമ്മളെ പുളിയുടെ ഇലയാണ് ഇത്. ഇവർ മട്ടന് കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. തീരെ തളിരിലയാണ് ഇത്. ഇത് കുറച്ച് മൂപ്പ് വന്നത്. ये क्या रेट है? हाँ नहीं पूछता है, मेरे को नहीं चाहिए, मैं केरला से है। ये क्या रेट है? लाल चिगुर 250 रुपए पाव किलो है, 1000 रुपए किलो है। 1000 रुपये। हाँ। ये वाला ये आ रहा देखो 700 रुपए किलो वाला है। 700 കേട്ടല്ലോ. 1000 റുപ്യ ആണെങ്കിൽ ടോപ്പ് റെഡ് കളറുള്ള പുളിയുടെ വില, പുളിയുടെ ഇല അത് 700. 700 എന്ന് വെച്ചാൽ 700 രൂപ. ആ 700 എന്ന് വെച്ചാൽ 700 രൂപ. ഇത്രയും റേറ്റ് ഉണ്ട് ഈ പുളിയുടെ ഇലക്ക്. ഇതുണ്ടോ ഇത്? नहीं है, मैं केरला से, केरला में नहीं यूज़ कर रहा है. ठीक है ചേച്ചി ചൂടാന്നാണ് കേട്ടോ മേടിക്കായിട്ട്. നമ്മളിത് മേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് പത്താ नहीं है, इसका यूज़ क्या है, कैसे यूज़ कर रहेगा पता नहीं है, हम नहीं यूज़